ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കറുമുറയെ കുറിക്കാനുള്ള ഒരറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവും. കാരണം നമ്മുടെ കുർക്കുറെ അതുപോലെ ലേസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വലിയവർക്കും ഇഷ്ടമായിരിക്കും, കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ വാങ്ങിക്കുക എങ്കിലും വലിയവർക്കും അത് ഇഷ്ടമായിരിക്കും. ആ ടേസ്റ്റിലുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വളരെ സിമ്പിളാണ്. അരിപ്പൊടി മാത്രം ഉണ്ടായാൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. ഈവൻ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 3/4 കപ്പ് അരിപ്പൊടി കൊണ്ടാണ്, പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ 3/4 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മില്ലിൽ പൊടിച്ച പൊടി ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന പോലെ തന്നെ ചില പൊടിക്ക് 1 കപ്പ് പൊടിയാണെങ്കിൽ 1 കപ്പ് വെള്ളം തന്നെയായിരിക്കും. ഇവിടെ ഇപ്പം ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടുതൽ എടുത്തിട്ടുണ്ട്. പല പൊടിയും പല പോലെ ആയിരിക്കും കേട്ടോ. പത്തിരിക്ക് പൊടി വാട്ടുന്ന അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ജസ്റ്റ് 1 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെക്കണം, ഒന്ന് പാകമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിപ്പോൾ ഞാൻ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുമല്ലോ, പരന്ന പാത്രത്തിലേക്ക്. ഇനി ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, പക്ഷേ കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉള്ളവർ അത് ഇട്ട് കൊടുക്കുക. ചൂടോടെ തന്നെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ചൂടോടെ തന്നെ കടലമാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചൂടോടെ കുഴച്ചാൽ മാത്രമേ തമ്മിൽ ഒട്ടി കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അതങ്ങനെ വേറിട്ട് കിടക്കും. ഒട്ടി ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കടലമാവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കുഴക്കാനും കുറച്ച് ഈസി ആയിരിക്കും. ആ ചൂടോടെ തന്നെ ചെയ്യും വേണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ചെറിയ ഉരുളകളാക്കുകയാണ്. ഒരുപാട് ചെറിയ ഉരുളകളല്ല, കുറച്ചിപ്പോൾ കാണുന്നുണ്ടല്ലോ, കുറച്ച് വലിയ ഉരുളകൾ. എന്നിട്ട് പൊടി ഇട്ടിട്ട് നമ്മൾ സാധാരണ പരത്തി എടുക്കുന്നത് പോലെ പരത്തണം. പക്ഷേ ചപ്പാത്തി ഒന്നും പരത്തുന്ന പോലെ പത്തിരി ഒന്നും പരത്തുന്ന പോലെ ഒരുപാട് ബലം കൊടുക്കരുത്. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് പരത്തിയെടുക്കുക. നമ്മൾ തേങ്ങാപ്പത്തിരിയൊക്കെ ഉണ്ടല്ലോ, കട്ടിയുള്ള തേങ്ങാപ്പത്തിരി, ആ ഒരു കനത്തിൽ വേണം ചെയ്യാൻ. ഒരുപാട് നൈസായിട്ട് പരത്തണ്ട. ഒരുപാട് വലുതാക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്, കാരണം നമുക്ക് ഒരുപാട് വലുത് വേണ്ട. ഇനി നമ്മൾ അതൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യണത്. അപ്പോൾ ഇത് കാണുന്നത് പോലെ. ഇപ്പോൾ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി എളുപ്പം. ഞാനിപ്പോൾ കത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നുകിൽ വെളിച്ചെണ്ണ ആക്കുക, അല്ലെങ്കിൽ പൊടിയിൽ മുക്കിയെടുത്താലും മതി. ഇപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ പോണത്. കുട്ടികളെ സംബന്ധിച്ച് കാഴ്ചയിലുള്ള അട്രാക്ഷനാണ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അവർക്ക് ശരിക്കും ഒരു അട്രാക്ഷൻ തോന്നത്തക്ക രീതിയിൽ വേണം ചെയ്യാൻ. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഷേപ്പിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിലും ചെറുതായിട്ട് മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ കനത്തിൽ വേണം ചെയ്യാൻ. നമ്മളെ കട്ടിപ്പത്തിരി കണ്ടല്ലോ, തേങ്ങാപ്പത്തിരി എന്നൊക്കെ പറയും. ആ പത്തിരിയുടെ ഒരു ഷേപ്പ്, ഒരു അത്രയും കനത്തിൽ വേണം ചെയ്യാൻ. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒന്നുകൂടി വലുതാവും. ഇപ്പോൾ ഞാൻ മൊത്തം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ബോൾസ് ആക്കിയിട്ട് പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു പരന്ന പാനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം ഒരുപാടെണ്ണം ഇട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഓയിലിലേക്ക് അത് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിം ആക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ ഈ കറുമുറു ആയി കിട്ടൂല, നമുക്ക് ക്രിസ്പിനെസ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് വേവും എന്നേ ഉള്ളൂ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴേ അകത്തൊക്കെ ഇങ്ങനെ ക്രിസ്പി ആവുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് ഇങ്ങോട്ട് പഫായിട്ട് വന്നിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ.
പക്ഷേ ഞാനിപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് കറിവേപ്പിലയൊന്നും ഇല്ലാതെ തന്നെയാണ്. ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ 1-2 കറിവേപ്പില ഇട്ട് കൊടുത്തിരുന്നു. പക്ഷേ പിന്നെ അതൊരു ടേസ്റ്റ് കുറവ് തോന്നിയപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചതാണ്. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ, ഇപ്പോൾ ഈ കാണുന്ന ഇതുപോലെ ഇങ്ങനെ ബ്രൗൺ കളർ ആവണം. നമ്മൾ ഫ്രൈ ചെയ്ത് കോരി എടുക്കുമ്പോൾ തന്നെ ആ കറുമുറു ശബ്ദം ഉണ്ടാവും. ആ ഒരു രൂപത്തിലായതിനു ശേഷം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. പാത്രത്തിലേക്ക് ഇടുന്ന സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ശരിയായ ക്രിസ്പിനെസ് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാറണം. നമ്മൾ പൊരിച്ച ഉടനെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അത്ര ക്രിസ്പി ആവില്ല. നമ്മൾ ട്രിപ്പ് ബൈ ട്രിപ്പായിട്ട് ഇങ്ങനെ ചെയ്തതാണ്, കുറേശ്ശെ. വലിയ പാനാണെങ്കിൽ ഈസിയാണ്. കുറേ എണ്ണ അധികം ഒരുമിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ കൂട്ടി ഒട്ടിപ്പോവും. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ വീഡിയോ കാണുമ്പോൾ സ്പീഡിൽ ചെയ്യണ പോലെ ഉണ്ടാവും. വീഡിയോയിൽ സ്പീഡ് കൂട്ടിയതാണ്, അങ്ങനെ ഒരുപാട് സ്പീഡിലല്ല ചെയ്തത്. ഇനി ഇതിലേക്കൊരു മസാല നമ്മൾ ഉണ്ടാക്കണം. എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി. 1 ടീസ്പൂൺ, ഏകദേശം 1 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂണൊക്കെ മതി കാശ്മീരി മുളക് പൊടിയാണ്. ഒരുപാട് എരിവ് വേണ്ട. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ അത് മാവിലിട്ടതാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ഉണ്ടെങ്കിൽ ഇടുക, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് വരിക. ഉണ്ടെങ്കിൽ ഇടാൻ ശ്രമിക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഫ്രൈ ചെയ്ത് വെച്ച മൊത്തം നമ്മൾ ആ മസാലയിലേക്ക് ഇടുകയാണ്, ആ പൊടിയിലേക്ക് ഇടുകയാണ്. എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇട്ടാൽ മതി. ചൂടോടെ തന്നെ ഇടണം എന്നില്ല. ഫ്രൈ ചെയ്ത ഉടനെ ഇടുക, പക്ഷേ ഓരോ ട്രിപ്പും അങ്ങനെ ഇടണം എന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇത് കുറേശ്ശെ കണ്ടോ എല്ലായിടത്തും ഒന്ന് പിടിക്കും. എന്നാൽ ഒരുപാടൊന്നും ഉണ്ടാവില്ല. പിന്നെ കാശ്മീരി ആയതുകൊണ്ട് എരിവൊന്നും ഉണ്ടാവില്ലല്ലോ അധികം. ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ വൈറ്റ് സോസും അതുപോലെ ടൊമാറ്റോ സോസുമാണ് ഇതിൻ്റെ കൂടെ എടുത്തത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എനിക്ക് വൈറ്റ് സോസിൽ മുക്കി കഴിച്ചപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. വൈറ്റ് സോസും കൂട്ടിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമാവും. കാരണം ഈ ചാട്ട് മസാലയൊക്കെ വരുന്ന കാരണം. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണല്ലോ അതിൻ്റെ അകത്ത് ഇട്ടത്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസ് എല്ലാം ഫീഡ്ബാക്ക് എല്ലാം കമൻസിലൂടെ പറയാം. താങ്ക് യു.